സുപ്രീം കോടതി പറഞ്ഞത് എങ്ങനെ ഇത് സഹിക്കും? അത് വല്ലവൻ്റെ എച്ചിൽ കിടന്നുകൊണ്ട് ഒരു കൂട്ടം മനുഷ്യർ ഉരുണ്ടിട്ട് പാവങ്ങൾ മാറി ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ള രീതിയിൽ അന്ധവിശ്വാസികളായിരിക്കാം സുപ്രീം കോടതിയിൽ ഇരിക്കുന്നത്, എന്നാലും അവർ പോലും ചോദിച്ചു. അവർ വേറെ സെറ്റ് ഓഫ് അന്ധവിശ്വാസികളാണ് അല്ലേ, സെറ്റ് ഓഫ് സ്കിൽസ് വിച്ച് ആർ ഡിഫറെൻറ്റ് ഫ്രം. അവസാനം എന്ത് ചെയ്തു? ഒരു രീതിയിൽ ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവസാനം അവർ നിയന്ത്രണങ്ങളും ഉപാധികളും എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് ദൈവത്തെ പൂജിക്കുന്ന ഈ ഇതുണ്ടല്ലോ പ്രസാദം, അത് ഇച്ചിരി ഇങ്ങോട്ട് തരിക, അതിനകത്ത് കിടന്നുരുള്ള. അല്ലെന്നുണ്ടെങ്കിൽ ഈ പശു എന്താ ചെയ്യുക, പശു തിന്ന വൈക്കോലിൻ്റെ ബാക്കി, പശു ആകുമ്പോൾ എല്ലാം ഉണ്ടല്ലോ, മൊത്തം ദൈവങ്ങളൂടെ കളക്റ്റീവായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഈ പശുവിനെ വരയ്ക്കുന്നുണ്ട്, ഇവിടെ ഈ ദൈവം യമൻ മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് എല്ലാ ദൈവങ്ങളും അതിനകത്ത് ഒരു ബിഗ് ക്യാൻവാസാണ് പശുവിന് പടങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കും. പശു തിന്ന വൈക്കോലിൻ്റെ ഭാഗം, അല്ലെങ്കിൽ ബ്രാഹ്മണൻ പൂജിച്ച, ബ്രാഹ്മണൻ പശുവാണ്, ഏതാണ്ട് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ തന്നെ പശുവിൻ്റെ ഒരു ഇതാണ്. എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല, പറയത്തില്ല, ഇത്ര പൗണ്ട് സമയം ഇത്ര ഡോളർ എന്നൊക്കെ പറയുന്നത്, ആ ഒരു തുല്യതയാണുള്ളത്. അപ്പം ഒന്നുകിൽ പ്രസാദം അല്ലെങ്കിൽ വൈക്കോല്, പശു തിന്ന വൈക്കോല്, ഇതിനകത്ത് കിടന്ന് ഉരുളാന്നായി. എന്തിലെങ്കിലും ഉരുണ്ടേ പറ്റും. ഇതാ ഐറ്റം നിങ്ങൾക്ക് വേണേൽ മാറ്റി കൊടുക്കാം. നിങ്ങൾ ഈ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ കോറായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ അതിനകത്ത് മാറ്റം സാധ്യമല്ല. ബാക്കിയൊക്കെ കുഴപ്പമില്ല, കോസ്മെറ്റിക് ചേഞ്ചസ് ഒക്കെ ചെയ്യാം.